എന്താന്ന് പറഞ്ഞാല് നമ്മൾ സ്ലോലി ക്ലേ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. കുറേ പേര് സ്ലോലി ക്ലേ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയതുണ്ടായിരുന്നു. നമുക്ക് ഏതൊരു മണ്ണിൽ നിന്നും സ്ലോലി ക്ലേ ഉണ്ടാക്കാം. പക്ഷേല് ഏറ്റവും നല്ല കുഴിച്ചെടുത്ത മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും മണ്ണിൽ നിന്ന് എടുക്കാം. എന്നാലും നമ്മളിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പം ദാ നമ്മുടെ ബക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് പുതിയ ബക്കറ്റല്ല, പഴയ ബക്കറ്റ്. ഇവിടെ അധികം ഉപയോഗിക്കാത്തൊരു ബക്കറ്റാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വഴി ട്യൂട്ടോറിയലായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ പോയി തൂമ്പ എടുത്തിട്ട് വരാം. അപ്പം നിങ്ങൾ എല്ലാവരും ആണെങ്കിൽ ഒരു സോളിഡ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാണെന്ന് തോന്നുന്നു. ഞങ്ങളും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് സക്സസ് ആവുമെന്ന് നിങ്ങൾക്കറിയില്ലതാ. നമുക്ക് തൂമ്പ എടുത്തിട്ട് വരാം. തൂമ്പ വന്നിട്ടുണ്ട്. അപ്പം ഞാനാണ് കിളയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്ഥലം ഇനിയും കണ്ടുപിടിക്കണം, നല്ല മണ്ണ് വെക്കാനായിട്ട്. അപ്പം നമുക്കങ്ങനെ അറിയത്തില്ലല്ലോ നല്ല മണ്ണ് കിട്ടാൻ, അങ്ങനെ നോക്കാനൊന്നും നമുക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു ഐഡിയ ഉദ്ദേശിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അവിടെ നല്ല മണ്ണൊക്കെ ഉണ്ടെന്നാ തോന്നുന്നു. നമുക്കപ്പം കിളച്ച് നോക്കാം. എനിക്ക് കിളയ്ക്കാൻ അത്ര വശമില്ല കേട്ടോ. നമ്മളപ്പോൾ ഒരു രീതിക്ക് നമ്മൾ കളിക്കാം. ഒന്നാമത് എനിക്ക് ശക്തി പോലും. അപ്പോൾ നമ്മൾ വിചാരിച്ച നല്ല മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലത്തെ നല്ല കുഞ്ഞു കുഞ്ഞ് കട്ടയായിട്ടിരിക്കുന്ന മണ്ണാണ് കേട്ടോ നമുക്ക് ആവശ്യം. അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇപ്പം അമ്മേനെ കണ്ട് തല്ലിക്കൊണ്ടു ഗൈസ്. കുഴപ്പമില്ല, അമ്മ ഒന്നും പറയത്തില്ല. നമ്മൾ ഈ മണ്ണ് നമ്മൾ നേരെ അങ്ങ് ബക്കറ്റിലോട്ടിടുവാണ്. അപ്പോൾ പകുതി മുക്കാലും ഇത് മതി കേട്ടോ, മണ്ണ് മതി നമുക്ക്. നമ്മളിതാ കട്ടിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം നമുക്ക് വേണമെങ്കിൽ. ഇങ്ങനെ മണ്ണെടുക്കണോ അതോ ഇച്ചിരി മണ്ണെടുക്കണോ എന്നൊരു ഇതുണ്ട്. കാരണം സക്സസ് ആവുമോ നമുക്ക് നോക്കണ്ടേ. സാറൊക്കെയാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ വലിയ സാധനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം സാറുടെ കൈക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അതാണ്. അപ്പം കാരണം കൈ വെച്ചെടുക്കുമ്പോൾ അഴുക്കാവുമല്ലോ കൈ പെട്ടെന്ന്. അതുകൊണ്ടാണ് ഒന്നാമത് ഇവിടെ പുഴു അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ കിളച്ചിട്ടെടുക്കാൻ നിർത്തു. ഇവിടെ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടാം. നമുക്ക് എന്താണ് ഇത് നിങ്ങൾക്ക് സക്സസ് ആവില്ല എന്ന് തോന്നുവാണെങ്കിൽ ചെറിയൊരു ബക്കറ്റിൽ ഇച്ചിരി ക്ലേ എടുത്താൽ മതി കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തതാണിത്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇത് കളഞ്ഞു. അതുകൊണ്ട് അത് സക്സസ് ആയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വലിയ ബക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒത്തിരി ക്ലേ എടുക്കുകയാണ്. പകുതി മുക്കാൽ നമ്മുടെ മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മൈക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു കറക്റ്റ് സമയത്ത്. പക്ഷേ നമുക്ക് കറക്റ്റ് സമയത്ത് മണ്ണെടുക്കാൻ പറ്റി. അപ്പോൾ ഈ ബക്കറ്റിൽ നമ്മൾ ഇത്ര അളവ് മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി വെള്ളം എടുത്തു. അപ്പോൾ ആ ബക്കറ്റിൻ്റെ പകുതി മുക്കാലും വെള്ളം മതി. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ മൂടി വെക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം തെളിഞ്ഞ് വരില്ലോ. അപ്പോൾ വെള്ളം ഞങ്ങളുടെ തെളിഞ്ഞ് വരാത്ത കാരണമാണ്. അത് പിന്നീടുള്ള വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഞങ്ങൾ ഒത്തിരി വെള്ളം ഇട്ടു. അത്രയും വെള്ളം വേണ്ട, ഇച്ചിരി വെള്ളം മതി കേട്ടോ. അത് കുറച്ച് വെള്ളം മതി, അല്ലെങ്കിൽ നമുക്ക് വെള്ളം നല്ലതായിട്ട് മണ്ടയ്ക്ക് തെളിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കും. ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞങ്ങൾ ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളിതാ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറയാം എവിടെ വരെ എത്രയും വേണ്ട കേട്ടോ, ഇച്ചിരി കൂടെ കളയണം. കണ്ടോ, ഹന്ന കളയുവാണ് കേട്ടോ. അപ്പം ഇത് ഇത്രയും വേണ്ട, ഇച്ചിരി കൂടെ കളയണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പ്, ഞങ്ങൾ പൈപ്പിൻ്റെ കമ്പാണ് കേട്ടോ, പൈപ്പിൻ്റെ കഷ്ണമാണ് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കമ്പ് വെച്ച് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിതാ മിക്സ് ചെയ്യുവാണ് കേട്ടോ. മിക്സ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം നമ്മളിതാ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കൈ അങ്ങ് വേന എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനാണ് ഇവിടെ ഇരുന്ന് സൈഡിലിരുന്ന് ക്യാമറ. അപ്പം ഞാനൊരു പണിയും ചെയ്യത്തില്ല, അവളാണ് കേട്ടോ പണി ചെയ്യുന്നത്. ഞാനിങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ.
അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുവാണ്, എടി മിക്സ് ചെയ്യടി, നീ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യടിന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തോളാം. ഞങ്ങളിങ്ങനെ വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവസാനം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്പോൾ അവൾ കുറേ നേരം, ഇപ്പോൾ 15 മിനിറ്റുള്ളിൽ അവളിങ്ങനെ മിക്സ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ മൂടി വെക്കണം. അപ്പം ഇനി നമ്മൾ കൈയിട്ട് നോക്കുവാണ് എന്താ കല്ലൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ കല്ലൊക്കെ വന്നിട്ട് നമ്മൾ എടുത്ത് കളയാൻ പോവുകയാണ്. പക്ഷേ ഈ കല്ലൊന്നും എടുത്ത് കളയില്ല, കാരണം ഈ കല്ലിൻ്റെ അകത്തൊക്കെ ചെളി ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ചെളിയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് ക്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ക്ലേ കിട്ടുന്നത്. അപ്പോൾ ആ കല്ല് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് കളഞ്ഞോളാം കേട്ടോ. അങ്ങനെ നമ്മളിതാ 15 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് വന്ന് നമുക്ക് നോക്കാം കേട്ടോ, കാരണം ഇതിനൊരു റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു മണ്ണ് അടിഞ്ഞു കൂടും കേട്ടോ താഴെ. എന്നിട്ട് നമ്മൾ ഇതെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മണ്ണൊക്കെ മേളിൽ മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിനി 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ ഡോറൊക്കെ അടയ്ക്കാം കേട്ടോ, അമ്മ വഴക്ക് പറയാം ഇങ്ങനെ തുറന്നിട്ടാൽ. ഇനി നമ്മൾ കുറച്ച് നേരം പഠിക്കാൻ പോവാണ്, കാരണം ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നാൽ എന്താ ബോറടിക്കത്തില്ല. അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ സമയം പോകുന്നതൊന്നും അറിയത്തില്ല അല്ലേ. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ 20 മിനിറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ റബേക്ക അവിടെ ഇരുന്ന് ലാപ്ടോപ്പ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോവാണ്, ഞാനും ഹന്നയും. അപ്പോൾ നമുക്കിനി 15 മിനിറ്റുള്ളിൽ കാണാം കേട്ടോ. എനിക്ക് ഇനി എന്താ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറയത്തുള്ളൂ, അങ്ങനെ കൂടുതൽ പറയത്തില്ല. അപ്പം മൈക്ക് കേൾക്കാത്തതുകൊണ്ട് കണ്ടോ, ഇപ്പം ഞാൻ തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ക്ലേ ഒക്കെ അപ്പോൾ റെഡിയായി അവിടെ ഇരിക്കട്ടെ, നമുക്കപ്പം 15 മിനിറ്റിൽ കാണാം. വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു ക്ലേ ഉണ്ടാക്കണമെന്ന്. ഇത് സക്സസ് ആയില്ലെങ്കിൽ ഇതെല്ലാം തകർന്നു പോകും കേട്ടോ, നമ്മുടെ മനസ്സൊക്കെ തകർന്നു പോകും. അപ്പോൾ ഇതെന്തായാലും സക്സസ് ആവണം ഗൈസ്, നിങ്ങൾക്ക് അതാണ് ഭയങ്കര ആഗ്രഹം. സക്സസ് ആയാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രണ്ട്സ്, മൈക്ക് ആണെങ്കിൽ ചാർജ് ഇല്ല കേട്ടോ. അപ്പോൾ മൈക്ക് കുത്തിയിട്ടേക്കുവാണ്, നമുക്ക് ചാർജ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതില്ലേ ക്ലേൻ്റെ കാര്യം പറയണ്ടേ, നമ്മുടെ ക്ലേ ആണെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട്. അതായത് 15 മിനിറ്റിൽ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ 20 മിനിറ്റ് എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ തുണി വെച്ച് ഇങ്ങനെയാണ് അരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ അരിക്കാൻ പോവാണ്, കാരണം അവിടെ മണ്ണ് പിന്നെ ഇലയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ അടി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ക്ലേ അത്ര കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലേ കിട്ടിയില്ല, കാരണം നമ്മൾ വേറൊരു ഇതിനകത്താക്കിയപ്പോഴും അവിടെ ഒരു ക്ലേ ഇരിപ്പുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പം അത് നമുക്ക് കിട്ടിയില്ല, അപ്പം നമുക്കത് കിട്ടണം. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒന്നുകൂടെ അടിച്ച് നോക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹന്ന അപ്പം വീണ്ടും അടിക്കുകയാണ് കേട്ടോ. അല്ല, മണ്ണുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും അടിക്കുന്നത്. മണ്ണുള്ളതുകൊണ്ട് നമ്മളപ്പോൾ വീണ്ടും അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഉറപ്പിക്കാം. ഒരു 3 ഹെൽപ്പാണ് ഇടയ്ക്ക് പോയതാണ്. നമുക്ക് ഒത്തിരി ഒരാൾക്കാണ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒത്തിരി പേര് പിടിക്കാനും നമുക്ക് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ സഹായിക്കണം തന്നെ. അപ്പം നമ്മൾ ആദ്യം അരച്ചപ്പോൾ നമുക്ക് അത്ര ക്ലേ ഇങ്ങനെ അടിഞ്ഞു കൂടിയില്ല. പക്ഷെ രണ്ടാമതാട അരച്ചപ്പോൾ ഇതേപോലെ വന്നു കേട്ടോ. ഇതേപോലെ വരണം കേട്ടോ, ഇതേപോലെയാണ് നമുക്ക് വരേണ്ടത് ലാസ്റ്റിൽ. ഉണ്ടോ ശരിക്കും നമുക്ക് ക്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു, നമുക്ക് വെള്ളം മാത്രം മതി. ഇതേപോലെ വരും കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ജസ്റ്റ് വെള്ളമല്ല, ക്ലേയിലെ ഒരു ക്ലേ ആകുന്നു എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ വെച്ച് മൂടാൻ പോവാണ് ഈ ഒരു തുണി കൊണ്ട്. അപ്പോൾ 2 മണിക്കൂർ വെച്ച് മൂടിയാൽ അപ്പം നമ്മൾ 2 മണിക്കൂർ ശേഷം ഇത് എടുത്താൽ ഒരു ക്ലിയർ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്ന നമുക്ക് കാണാം. ചിലപ്പം ക്ലിയർ വെള്ളം പൊങ്ങി വരണമെന്നില്ല. അപ്പം ചെറുതായിട്ടൊക്കെ ക്ലിയർ വെള്ളം പൊങ്ങത്തേ ഉള്ളൂ കേട്ടോ, അതൊന്നും സാരമില്ല. അപ്പം നമുക്കാണെങ്കിൽ ഒരു സ്പോഞ്ച് എന്തെങ്കിലും വെച്ചൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാം. അപ്പം നമുക്കിത് 2 മണിക്കൂറാണെങ്കിൽ പൊതിഞ്ഞ് വെക്കാം കേട്ടോ ഒരു തുണിയും കൊണ്ട്. അപ്പം ഞാനിത് മൂടാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഇത് എടുക്കാവും. ഇത് മുങ്ങിപ്പോയിരിക്കും, ഒരു സപ്പോർട്ടിന് വേണ്ടി ഇത് വെക്കണമെന്നുണ്ട്, കാരണം മുങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ക്ലിയർ വെള്ളം വന്നിട്ടില്ലായിരുന്നു, ഇച്ചിരങ്ങാണ്ട് വന്നു. അപ്പം ഞാൻ അത് ഒപ്പി എടുത്തപ്പോൾ ക്ലേയൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ക്ലേ ആയിട്ട് വന്നായിരുന്നു. അപ്പം ഇപ്പം ചിലപ്പോൾ ഇത് ക്ലിയർ വെള്ളം വരണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് വരത്തുള്ളായിരുന്നു. നമുക്ക് സെറ്റ് ആക്കാം. അപ്പം അടിയിൽ ക്ലേ ഒക്കെ അടിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 2 മണിക്കൂർ ശേഷം കാണാം.
എന്താ ക്ലേ ഏതാ നോക്കണ്ടേ, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴാണ് വെച്ചത്? 3:40 ആയപ്പോഴാണ് നമ്മൾ വെച്ചത്. അപ്പം നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 6:15 ആയപ്പോഴാണ്. ഇപ്പോൾ 6:15 ആയി കാണും. നമുക്ക് എന്തായാലും നോക്കാം, വെള്ളം പൊങ്ങിയോ ഇല്ലയോ നമുക്ക് നോക്കാം. വെള്ളം പൊങ്ങിയില്ലെങ്കിൽ സാരമൊന്നുമില്ല കേട്ടോ. ക്ലിയർ വെള്ളം ഇച്ചിരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. നമ്മൾ വേണ്ട ഇവിടോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉറുമ്പ് ഒന്നും കയറാതെ, പൊടിയൊന്നും കയറാതെ. നമുക്ക് നോക്കാം. റെഡി, 1 2 3 നോക്കാം. അപ്പോൾ ഗായ്സ്, വെള്ളം ഒന്നും പൊങ്ങിയിട്ടില്ല കേട്ടോ. ദാ ഇച്ചിരി വെള്ളം കണ്ടോ, ക്ലിയർ വെള്ളം ഇവിടെ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്ലേ ഇവിടെ അടിഞ്ഞ് താഴെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിയും കൂടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിട്ട് പൊങ്ങിയത് തന്നെ. എന്തായാലും കുഴപ്പമില്ല, ഇത്രയും വെച്ചാൽ മതി കേട്ടോ. അപ്പം ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ വെള്ളം പൊങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ കൂടുതലും ചില ആൾക്കാരുടെ ക്ലേയിൽ വെള്ളം ഇങ്ങനെ പൊങ്ങി അവരുടെ ഒന്നും നിന്നിട്ടില്ല. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കാരണം തൊട്ട് പാതിരാത്രി ആവുന്നതും കൊണ്ടാണ് നമ്മൾ എന്തായാലും നമുക്ക് ക്ലിയർ വെള്ളം ഒന്ന് കളയാടുത്ത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് താഴെ ക്ലേ ചിലപ്പോൾ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും, അവിടെ വെള്ളം വീഴില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇത് ക്ലിയർ വെള്ളമാണ് കേട്ടോ. ക്ലിയർ വെള്ളം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ക്ലിയർ വെള്ളമാണ്. അപ്പോൾ എന്തായാലും ഞാൻ കളയട്ടെ. നമുക്ക് വെള്ളം മനസ്സിലാക്കിയാൽ അടിയിലാകാൻ തുടങ്ങും. എന്നിട്ട് അവിടെ ക്ലേ ഇവിടെ അപ്പോൾ നമുക്ക് ക്ലേ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ക്ലേ. നമുക്കാണെങ്കിൽ വെള്ളം കളയാം. നമ്മൾ ഈ വെള്ളം അടിയിലായെന്ന് മനസ്സിലാക്കുമ്പോൾ കുറച്ച് വെള്ളം നമ്മൾ കിഴി കെട്ടി ഇങ്ങനെ പരത്തി വെക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കാണും. ഒന്നും സാരമില്ല. ശരിക്കും ഇത് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇവിടെ പാതിരാത്രി ആയതുകൊണ്ട്, അതായത് 7 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര രാത്രിയായി, പിന്നെ അമ്മ ഇറക്കത്തില്ല. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇത് വെയിലത്ത് ഉണക്കി വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയേനെ. പക്ഷേ ഇത് വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി വരെ എടുക്കാം. നമ്മൾ എപ്പോഴാണോ ഇത് വെള്ളം തെളിയാൻ വേണ്ടി എടുത്ത് വെച്ചത് ആ സമയത്തെ നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചൂടെ ഉണ്ട് കേട്ടോ, ഇച്ചൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ക്ലേ കണ്ടോ, ഇച്ചിരി കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ക്ലേ എന്ന് പറയുന്നത്. കണ്ടേ, നമുക്ക് ക്ലേ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്രേ ക്ലേ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ പറയട്ടെ, നമ്മൾ കുറച്ച് മണ്ണല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്രേ ക്ലേ കിട്ടിയുള്ളൂ. ഇത്രയും മതി. അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ മൂടി വെച്ച ആ തുണിയിലില്ലേ, നമുക്ക് ഇത് ഒന്ന് പരത്തി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ വേറെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മൂടി വെച്ച് തുണിയും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നീളമുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഇത് ഒഴിക്കാനായിട്ട് പോവുകയാണേ. ചൂടെങ്ങ് വലിക്കും എങ്കിൽ ഇപ്പം താഴെ പോയാൽ പ്രശ്നം. താഴെ പോകണം. ഇച്ചിരി നമുക്ക് ഇതുപോലെ വെള്ളം താഴെ പോകണം കേട്ടോ. പിടിക്കണേ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിന് മണ്ടയ്ക്ക് ഒഴിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം കളയുവാണ്. വേണമെങ്കിൽ നിങ്ങൾ ഞെക്കി ഇതിൻ്റെ വെള്ളം കളയണ്ട. സാധാ പോലെ ഇങ്ങനെ ഒരു തുണിയിൽ മണ്ടയ്ക്ക് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ വെള്ളം എല്ലാം പോയത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ചാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെക്കാം. ഇത് കണ്ടോ, ക്ലേ കണ്ടോ? ഇത് ക്ലേ ആണെങ്കിൽ ഞാനിങ്ങനെ പിരിഞ്ഞപ്പോൾ വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ക്ലേ. ഞാനാണെങ്കിൽ ഞാൻ വെള്ളം പാതി കളഞ്ഞപ്പം അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ക്ലേ ആണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഉണ്ടാക്കിയ ക്ലേ എനിക്ക് സക്സസ്ഫുള്ളായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളമാണെങ്കിൽ മൊത്തം പോകാൻ വേണ്ടി അവിടെ കിഴി കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ ചാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പാതി വെള്ളമേ പോയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം പോകാനായിട്ട് ഇതാ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടോ, ഇവിടെ നിന്ന് വെള്ളം പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനാണെങ്കിൽ പാതി വെള്ളം കളഞ്ഞതിൻ്റെ ക്ലേ ആണ് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ് അത്, അതിൻ്റെ വെള്ളമാണെങ്കിൽ ഊറ്റാൻ, അതായത് വെള്ളം മൊത്തം പോകാനായിട്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് സെറ്റായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കുറേ ക്ലേ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതിനകത്ത് കിഴി കെട്ടൂടെ ശരിക്ക്? അപ്പോൾ ഇനി വെള്ളം മൊത്തം പോയിട്ട് നമുക്ക് പരത്തിയിട്ട് നമ്മളിനി ഒന്നുകൂടെ വയറൊക്കെ നല്ല കട്ടിയുള്ള വയറ് വെച്ച് നമ്മൾ കെട്ടുന്നുണ്ട് അല്ലേ? വയറ് വെച്ച് കെട്ടിയിട്ട് നമ്മൾ സെക്യൂർ ആക്കിയിട്ട് ഒരു ചാക്കിൻ്റെ അകത്ത് നമ്മൾ കെട്ടി വെക്കും. എന്നിട്ട് നാളെ നമ്മൾ 11 മണിക്ക് തുറക്കുന്നതായിരിക്കും. നമുക്ക് ഫൈനൽ റിസൾട്ട് അറിയാം. ഈ റിസൾട്ട് സക്സസ് ആണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും അഭിപ്രായം പറയണം. ഓക്കെ, അവൾക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നാളെ നമ്മൾ 11 മണിക്ക് എടുക്കുമ്പം ചിലപ്പോൾ ഈ ക്ലേ നല്ല ഉണങ്ങി വരേണ്ടതായിട്ട് കാണാം. അത് നമ്മൾ വെയിലത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. ഇനി വെയിൽ എവിടെ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും കാണാം. അപ്പം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ക്ലേ കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ക്ലേ. അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് നല്ല പോലെ പരത്താം. അതുപോലെ പരത്തി അങ്ങോട്ടിടാം. പരത്തി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഉണങ്ങി വരേണ്ടതായിട്ട് നമുക്ക് കാണാം കേട്ടോ. രാവിലെ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ നല്ലതായിട്ടാണെങ്കിൽ പരത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ കിഴി കെട്ടി വെക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇത് എനിക്ക് കിഴി കെട്ടി വെക്കാൻ പോണേ ഒന്നുകൂടെ. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞ കേട്ടോ. നമുക്ക് കെട്ടി വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാം. ഓക്കെ, നമ്മൾ കെട്ടി വെക്കാൻ പോവാണ്. നല്ല ഉറുമ്പ് പേടിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വയറൊക്കെ നല്ലപോലെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചാക്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ മൂടാം കേട്ടോ. രാവിലെ, അതായത് രാവിലെ ഒരു 11 അല്ലെങ്കിൽ ഒരു 3 മണിയാകുമ്പോൾ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നല്ലപോലെ സെക്യൂർ ചെയ്ത് നാളെ രാവിലെ 11 മണിയോ അല്ലെങ്കിൽ ഒരു 3 മണിയോ ഒക്കെ ആണെങ്കിൽ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ക്ലേ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കണ്ടടിച്ചു കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയതാണ്. അപ്പം ഇത് കണ്ടോ, സക്സസ് ആയി. ഇനി ഇപ്പോൾ 9 മണിയായി. നമ്മൾ പറഞ്ഞ 11 മണിക്ക് ഇപ്പോൾ 10 മണിയായി. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ 11 മണിക്ക് തുറക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ, ക്ലേ ഒക്കെ വന്നു നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് വെയിലത്ത് വെക്കാം കേട്ടോ. തുറന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്, സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ബക്കറ്റൊന്നും കഴുകിയില്ല കേട്ടോ. നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്കത് കഴുകാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ നമ്മൾ തുറന്ന് വെക്കാൻ പോവാണ്. സെറ്റായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉണക്കാൻ വെക്കാം കേട്ടോ. ഉണങ്ങിയില്ലെന്നാണ് തോന്നുന്നത്. ഇനി അടച്ച് വെച്ചോണ്ടാണോ എന്നൂടെ അകത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോഴും ആ ഒരു ഇതുണ്ട്, നോക്കാം. അപ്പോൾ വേണ്ട ഉണങ്ങുന്നേ ഉള്ളൂ കണ്ടോ. വരണ്ട് വന്നില്ല, ഉണങ്ങുന്നേ ഉള്ളൂ കണ്ടോ. കുറച്ചൊക്കെ ഇതേപോലെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ചാക്കിൻ്റെ അകത്ത് കെട്ടണ്ട കേട്ടോ. നമുക്ക് ഒന്നുകൂടെ കെട്ടിയിട്ട് ഇതേപോലെ വെയിലത്ത് വെക്കും. അപ്പം ഞാൻ ലവ് ഷേപ്പ് ആക്കാൻ നോക്കുവാണ്. ഇത് കണ്ടോ, ലവ് ഷേപ്പ് ആക്കി. ഇനി ഈ നമ്മുടെ ക്ലേ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുമല്ലേ, അപ്പം ആ പൊടിച്ചിലൊക്കെ മാറ്റാനായിട്ട് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ മണ്ണ് വെച്ചിട്ടുള്ള ആദ്യത്തെ ക്ലേ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ലവ് ഷേപ്പ്. ഓക്കെ, ഇച്ചിരി മതി കേട്ടോ, ഒത്തിരി കൂടുതലാവല്ലേ. ഇച്ചിരി നമുക്ക് കാണിച്ചു തരാം.
കണ്ടോ, ഇച്ചിരി വെള്ളം തൊടണം. ഇങ്ങനെ ഇങ്ങനെ തേക്കണം കേട്ടോ. അപ്പം നമ്മളുണ്ടാക്കിയ ഇതില്ലേ, ഇത് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ താഴെ. ലൗഷ്യം ഇവിടെ കിടക്കട്ടെ, ഇവിടെ അതും കൂടെ ഉണക്കട്ടെ. നമുക്ക് ഇത് ആണെങ്കിൽ ഊരി ഒന്ന് കൊടുക്കാം കേട്ടോ, ഊരി കൊടുക്കാം. കാരണം കിഴി കെട്ടി വെച്ചാൽ അഥവാ ആയില്ലെങ്കിൽ നമുക്കിത് ഊരി കൊടുക്കാം. കാരണം നല്ല വെയിലല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലേ ആണ് കേട്ടോ ഇത്. നമുക്ക് ഇത്രയും ക്ലേയും കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ പരത്തി വന്നിടാം. അപ്പം അതാ നമ്മൾ നല്ലപോലെ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണങ്ങി നിൽക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് 11 മണിക്കോ 12 മണിക്കോ എടുക്കാം കേട്ടോ. നമുക്ക് എടുക്കാം. കാരണം വെയിൽ ഇനി വരാൻ ചിലപ്പം 3 മണിക്ക് എടുക്കാം. ഇനി ചിലപ്പോൾ വെയിലൊക്കെ വരാൻ ചിലപ്പോൾ താമസിക്കും. അതുകൊണ്ട് 3 മണിക്കൊക്കെ എടുക്കാം. എപ്പോഴാണെങ്കിലും ഒന്ന് സെറ്റ് കിട്ടിയാൽ മതി, അതാണ് നമ്മുടെ സന്തോഷം. അപ്പം നമ്മുടെ ക്ലേ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ക്ലേ ഇവിടെ നമ്മളിങ്ങനെ വീഴ്ചയിട്ടിട്ടുണ്ട്. ഇനി വെയിൽ വരണം. അത് നമുക്കിനി 3 മണിക്ക് ഇത് തുറക്കാം കേട്ടോ. 3 മണിക്ക് നമുക്ക് വന്ന് നോക്കാം. അപ്പം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം. നിങ്ങൾ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നമ്മുടെ ക്ലേ ഇവിടെ നമ്മൾ തുണിയിലിടുമല്ലോ, എന്നിട്ട് വെള്ളം നമ്മൾ ഈ ക്ലേയിൻ്റെ അകത്തൊക്കെ വെള്ളം കാണും, കുറച്ച് വെള്ളം കാണും. അപ്പം വെള്ളം പോയെന്ന് മനസ്സിലാക്കി നിങ്ങളത് കിഴി കെട്ടി വെക്കാം. എന്നിട്ട് കിഴി കെട്ടി വെച്ചിട്ട് നിങ്ങൾ നാളെ രാവിലെ നിങ്ങളത് ആ കിഴി എടുത്തിട്ട് ഇതേപോലെ വെയിലുള്ള സമയത്ത് നിങ്ങളിങ്ങനെ പരത്തി വെക്കണം. അപ്പോൾ പരത്തി വെച്ചിട്ട് നിങ്ങളൊരു 3 മണി 2 മണിയൊക്കെ ആകുമ്പോൾ എടുക്കണം. അപ്പം നിങ്ങൾ വന്ന് ഇടയ്ക്ക് നോക്കണം ഇത് വരണ്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ആ സമയത്ത് നിങ്ങൾ പോയി എടുത്ത് കുഴയ്ക്കണം. നല്ലപോലെ കുഴക്കണം. ഈ ചപ്പാത്തിയൊക്കെ കുഴക്കത്തില്ല, അതേപോലെ നിങ്ങൾ കുഴച്ച് വെക്കണം. പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ആദ്യം ഒരു കവറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അത് സേഫായിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ ക്ലേ റെഡിയാവും. അപ്പം നമുക്ക് നോക്കാം ഇതേപോലെ നമ്മുടെ ക്ലേ റെഡി ആവുമെന്ന്. നമുക്ക് 3 മണിക്ക് കാണാം. അപ്പം നമുക്ക് നോക്കാട്ടോ നമ്മുടെ ക്ലേ എന്തോ ആയി. ഞങ്ങളിപ്പോൾ വെളിയിലാണ് നിൽക്കുന്നത്. അപ്പം നല്ല വെയിലത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു വീഡിയോ എടുക്കാൻ മറന്നു. അപ്പം അമ്മയുടെ കയ്യിൽ ഐഫോണ്. അപ്പം നമ്മുടെ വെയിലത്ത് വെച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ പാതിയൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കാണ്. ഇനി ഇച്ചിരി ഉണ്ട് കേട്ടോ. എന്നാൽ കുഴപ്പമില്ല, നമുക്കിത് മിക്സ് ആക്കി കാണിക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. ഇത് ഇവിടെ ആണെങ്കിൽ ഉണങ്ങി കിടക്കാം കേട്ടോ. അപ്പം ഞാൻ അത് ഇളക്കുവാണ്, കണ്ടോ, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇളക്കാണേ. അതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നുണ്ട്, പൊടി ചെന്നപ്പോൾ ആയിരിക്കാനായിട്ടാണ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം നനയ്ക്കാം കേട്ടോ. കാരണം ലെവലിൽ അല്ലെങ്കിൽ ഇതെല്ലാം മൊത്തം പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, സാറേ ആണെങ്കിൽ ക്ലേ സ്ക്വയർ രൂപത്തിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് സ്ക്വയർ രൂപത്തിലാക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പം ഇച്ചിരി ക്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇച്ചിരി മണ്ണ് എടുത്തിട്ടുള്ളല്ലോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ സ്ക്വയർ രൂപത്തിലാക്കാൻ പോകണം. ഗൈസ്, ഞാൻ നിങ്ങളുടെ ഇതിൽ പറഞ്ഞില്ല സക്സസ് ആകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണത്. ഗൈസ്, ഇത് 100% സക്സസ് ആണ്. ഞങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്കിതാ ഇതുപോലെ നമുക്ക് ഈ ഒരു സാധനം കൈ കിട്ടുമ്പോൾ നമുക്ക് ആ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, സക്സസ് ആയി ഹാർഡ് വർക്ക് സക്സസ്സിലോട്ട് ആക്കും കേട്ടോ, ഉറപ്പാണ്.
ഇത് എത്ര പ്രാവശ്യം നമ്മൾ അരിച്ച് 2 പ്രാവശ്യം അരിച്ചെടുത്ത് എത്ര നേരം വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എന്താ ക്ഷമ വേണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ക്ഷമ വേണം. നലിക്ലിയൊക്കെ എല്ലാം ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം അതിന് ക്ഷമ വേണം കേട്ടോ, ഒരു മടി കൂടാതെ. സാറ ആണെങ്കിൽ മുറിക്കാനായിട്ട് പോയാൽ കേട്ടോ. ഇനി നമ്മൾ ഇതായിരിക്കും കേട്ടോ വീഡിയോ, നീ ക്ലേ വെച്ചിട്ടായിരിക്കും ഇനി എല്ലാം വീഡിയോ. അപ്പം ഇതിൻ്റെ സീരിയസ് ആയിട്ട് ഓരോന്ന് ഇടുന്നതായിരിക്കും. ഞങ്ങളാണെങ്കിൽ ഒരു പോൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിച്ചൺ സെറ്റാണ് കേട്ടോ ഈ ക്ലേ വെച്ചുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ സീരിയസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നമ്മളാണെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കാൻ പോകുന്ന കിച്ചൺ സെറ്റ് നമ്മൾ പോളായിട്ട് ഇടുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഞാനിപ്പോൾ പാന് അല്ലെങ്കിൽ ടീ പോട്ടൊക്കെ തരുമ്പോൾ നിങ്ങൾ ഏതാ വേണ്ടതെന്ന് പറഞ്ഞ് പോൾ ഇടണം കേട്ടോ. അപ്പോൾ ഗൈസ് കുറച്ച് ക്ലേ ഉള്ളൂ, അതുകൊണ്ട് കിച്ചൺ സെറ്റ് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റത്തില്ല, അധികം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അവളാണെങ്കിൽ ഒന്നുകൂടെ മിക്സാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചില്ലായിരുന്നു, നമ്മൾ മിക്സ് ആക്കാം കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയ സർക്കിൾ എന്തായാലും സക്സസ് ആയി. ഇത് 100% വർക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ കാണിച്ച ട്യൂട്ടോറിയൽ നോക്കി നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളുടെ ട്യൂട്ടോറിയൽ നിങ്ങൾ കാണണമെന്നില്ല, എല്ലാവരുടെയും ഉണ്ട് യൂട്യൂബേഴ്സിന്, അവരുടെ എല്ലാം സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് എന്തായാലും സക്സസ് ആവും, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വയമായിട്ട് ഒരു സോൾക്ലേ വീട്ടിലുണ്ടാക്കിയിട്ട് അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഇടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ സീരിയസ് ആയിട്ട് ഞങ്ങൾ ഓരോ പാർട്ട് സീരിയസ് ആയിട്ട് കിച്ചൺ സെറ്റിന് ഇടുന്നതായിരിക്കും. അപ്പം കിച്ചൺ സെറ്റിൻ്റെ ഓരോ സാധനങ്ങൾ ഞാൻ പോൾ ഇടുന്നതായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് പെർസെൻറ്റേജ് വരുന്നത് അതായിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഓരോ ദിവസവും. ആദ്യം ഞാനാണെങ്കിൽ പിന്നെ സാറായിരിക്കും അല്ലേ. അപ്പം എല്ലാം അങ്ങനെ ഓരോ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല, കാരണം സ്കൂളൊക്കെ ആയിട്ട്. അപ്പം ചില ദിവസം നമ്മൾ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. 10 നിങ്ങൾ നമുക്കറിയാലോ, അതുകൊണ്ട് അപ്പം നമുക്ക് ഇനി ഒരു കാര്യം പറഞ്ഞില്ല, ഇത് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. അത് ഞാൻ നിങ്ങളെ എന്തായാലും സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ആദ്യം നമ്മൾ കുഴച്ചെടുത്ത ആ ഒരു തുണിയില്ലേ, ആ തുണിയിലാണ് നമ്മൾ മൂടി വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറില്ലേ അതിനകത്ത് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് സെക്യൂരിറ്റി കെട്ടി വെക്കാം കേട്ടോ. നിങ്ങൾ തുണിയിലാണ് വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സാറ തുണിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി അവിടെ ഇരുന്ന ക്ലേ ഉണങ്ങിപ്പോയേണ്ടതൊക്കെ കളയുവാണ് കേട്ടോ ഇരുന്ന്. അപ്പം കാണിച്ചു തരാം എങ്ങനെയാണത് മൂടുന്നതിന്. അപ്പം നമ്മൾ മൂടാൻ പോവാണ്. നമ്മൾ ഉണക്കാൻ വെച്ച ആ ഒരു ക്ലേ ഇല്ലേ, മണ്ണില്ലേ, അതിങ്ങനെ ഒട്ടിപ്പിടിച്ച കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ വെക്കുന്നില്ല, ഇച്ചിരിയുടെ പുറകെ എടുത്ത് നമ്മൾ വെക്കണം. ഇങ്ങനെ നമ്മൾ ചുരുട്ടണ്ട ഐസ്. അയ്യോ, അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു കവറിൽ നമുക്ക് വെക്കാം കേട്ടോ. ഇത്രയും വലിയ തുണി വേണമെന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് വേറെ തുണി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പം സേഫായിട്ട് ഇരുന്നുള്ളൂ, പൊടിയൊന്നും വീഴാതെ. നമുക്കൊരു കവർ എടുത്തിട്ട് തരാം. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിലാണ് കേട്ടോ ഈ ക്ലേ വെക്കാൻ പോകുന്നത്. ഏത് പ്ലാസ്റ്റിക് കവർ ആയാലും കുഴപ്പമില്ല, അമ്മ എടുത്ത് കളയാൻ പോകായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് അത് എടുത്തു കേട്ടോ. നമ്മളിതൊരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ കെട്ടി വെക്കാൻ പോകണം. റബ്ബർ ബാൻഡ് സേഫ് ആയിട്ട് റബ്ബർ ബാൻഡ് കെട്ടിട്ടുണ്ട്, നമ്മൾ കെട്ടാൻ പോകണം. അപ്പോൾ ഗൈസ് കണ്ടെയ്നർ ഒന്നും വേണ്ട കേട്ടോ, ഇതേപോലെ ചുരുട്ടിയാൽ മതി. ഹന്നയുടെ ഡ്രോയിൽ വെച്ചിട്ടുണ്ട്. ഹന്നയുടെ സാധനങ്ങളെല്ലാം മാറ്റി കേട്ടോ. അപ്പോൾ എൻ്റെ സാധനം ഭയങ്കര അലങ്കോലമാണ്, ഭയങ്കര ആക്രിയാണ് കേട്ടോ എൻ്റെ ഡ്രോയറിൽ. ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു കുഴപ്പം വരത്തില്ല കേട്ടോ. ഹന്നയുടെ സാധനങ്ങളൊക്കെ അവിടെ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം എന്തെങ്കിലും കിച്ചൺ സെറ്റിന് സീരീസ് ഒക്കെ ഇടുമ്പം കൊള്ളാം എന്നൊക്കെ കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ നിങ്ങൾ ഇടാത്തപ്പോൾ ഒരു വിഷമമുണ്ട്, ഇനി എന്തോ ഉണ്ടാക്കണമെന്നൊക്കെ പറയാം. നിങ്ങൾ പോൾ ഇടുമ്പോൾ നിങ്ങൾ പോൾ എന്തായാലും സെലക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പം അതേപോലെ ഉള്ളൂ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല, ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ബൈ. ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടതുണ്ടാക്കുന്ന അറിയത്തില്ല, എഡിറ്റ് ചെയ്യുക, ഇടുക, അതൊക്കെ നമ്മൾ നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ വെറുതെ കണ്ടു പോലെ കേട്ടോ, ലൈക്കൊക്കെ ചെയ്യണേ.
ഓക്കെ ബൈ ബൈ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഭയങ്കര സക്സസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും കേട്ടോ. ഇതെൻ്റെ വാക്കാണ് കേട്ടോ. ഓക്കെ ബൈ ബൈ.